ബ്രസ്റ്റ് ഫീഡിങ് മോംസിന് വരുന്നത്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറേ നാൾക്ക് ശേഷം, കുറേന്ന് വെച്ചാൽ കുറേ കേട്ടോ, എൻ്റെ കല്യാണത്തിന് ശേഷം കൊച്ചൊക്കെ ആയതിനു ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത്. നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയപ്പം അത് തൊട്ട് കണ്ടുവരുന്ന ആൾക്കാരൊക്കെ അറിയാം, നമ്മൾ സ്ഥിരമായിട്ട് എപ്പോൾ നോക്കിയാലും എല്ലാ വീക്കിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ട് പോകണതാണ്. പക്ഷേ കല്യാണത്തിന് ശേഷം ഭയങ്കര കുറവായിരുന്നു, ഇവിടെ പറ്റാറുമില്ല, നമ്മൾ അങ്ങനെയായിരുന്നു. ആൻഡ് കൊച്ചു വന്നതിന് ശേഷം ഇതുവരെ പോയിട്ടില്ല. ഫോർ ദ ഫസ്റ്റ് ടൈം ഇവക്കുട്ടി എന്ന് പറഞ്ഞോളൂ, അത് കുട്ടീനെയും കൊണ്ട് നമ്മൾ പോവാണ് കൊല്ലത്ത്. അത് ചേച്ചിക്ക് അറിയത്തില്ല. ചേച്ചിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞിരിക്കണം, അവർ ആക്ച്വലി ഒരു ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. സുബിൻ ചേട്ടൻ, എൻ്റെ വീഡിയോസ് കണ്ടുവരുന്ന ആൾക്കാർക്ക് ഇവരൊക്കെ ഫാമിലിയർ ആയിരിക്കും. എൻ്റെ ബ്രദർ ഇൻ ലോ ഇപ്പം എബ്രോഡാണ്. അപ്പം ചേച്ചിക്ക് ഒരു ചെറിയൊരു ട്രിപ്പുണ്ട്. അപ്പം അവർക്ക് സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നമ്മളെ വിളിച്ചിങ്ങനെ ഇൻഫോം ചെയ്തായിരുന്നു, വന്നൊന്ന് പിക്ക് ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് ചേട്ടൻ മാത്രം പോയിട്ട് അവളെ കൂട്ടി വരുവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളും കൂടെ വാരപ്പടയോടെയാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവളെ പോയി സർപ്രൈസ് ചെയ്യാം, ഈ കുട്ടീനെയൊക്കെ സർപ്രൈസ് ചെയ്യാൻ വിചാരിച്ചു. അവൾ കുറേ പറഞ്ഞു, പക്ഷേ നീ വരൂ, അതിനെ കൊണ്ട് വാ, അവൻ കുഞ്ഞാണെങ്കിലും അവൻ ഇത് യൂസ്ഡ് ആവണമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ തോന്നിയില്ല, ഭയങ്കര പൊടിയല്ലേ, ഭയങ്കര ചെറുതല്ലേ, 4 months അല്ലേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളിത് പോവാണ്. സോ യെസ്, നമുക്ക് റെഡി ആവാം. ഞാൻ എണീറ്റേ ഉള്ളൂ, സത്യം പറയട്ടെ, പല്ല് പോലും തേച്ചിട്ടുള്ള. എന്തായാലും അപ്പം നമുക്ക് ബ്രഷ് ചെയ്യണം, ഫ്രഷ് ആവണം. ഞാൻ മോനെ റെഡിയാക്കി, ഇതടക്കണം എൻ്റെ കുരുപ്പ് ആണോ? യെസ്, ഞാൻ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് ചെയ്താൽ മാത്രം മതി. ചേട്ടൻ കുളിക്കുവാണ്. സോ നമ്മളിനി റെഡിയാവാൻ പോവാണ്. ഇനി എനിക്കൂടെ റെഡിയായാൽ മതി കേട്ടോ, ഞാനും കൂടെ പോയി റെഡിയാവണം. സോ യാ, ആദു ഗുഡ് മോർണിംഗ്, സേ ഹായ്. ആദു കുട്ടി, ഓക്കെ ബൈ. നമ്മൾ റെഡിയായി, താഴേക്ക് പോട്ടെ. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം കുറേ നാൾക്ക് ശേഷമാണ് ചേച്ചിയുടെ വീട്ടിലോട്ട് നമ്മൾ പോകുന്നത്. മാത്രമല്ല ആദ്യക്കുട്ടീനെ കൊണ്ട് ഇവക്കുട്ടിയുടെ അടുത്തോട്ട് പോകുന്നൊരു പ്രത്യേക സന്തോഷമായിരുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ കൊല്ലത്തായിരുന്നു വർക്ക്. അപ്പോൾ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഹസ്ബൻഡ് നേരെ വർക്കിന് പോകും എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമ്മുടെ വീട്ടിനടുത്താണ് ആറ്റുകാൽ അമ്പലം. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ജസ്റ്റ് ക്യാപ്ചർ ചെയ്തതാണ്. നമ്മുടെ കല്യാണമൊക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു. സാധാരണ കൊച്ചു പിള്ളേരൊക്കെ വണ്ടിയിലൊക്കെ കയറി കഴിഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങും. എൻ്റെ ആദ്യക്കുട്ടി നേരെ തിരിച്ചാണ്. അവനിവിടുന്ന് കൊല്ലം ഇതുപോലെ കണ്ണും തുറന്നിരിക്കുമായിരുന്നു. പിന്നെ ഫീഡ് ചെയ്യുമ്പോൾ മാത്രം ഉറങ്ങുമായിരുന്നു. പിന്നെ നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് ഓൾമോസ്റ്റ് കൊല്ലത്താറായപ്പോഴത്തേക്കും വണ്ടി ഇടയ്ക്ക് വെച്ച് എന്തോ ടയറിലൊരു ചെറിയൊരു ഇതൊക്കെ ആണി കയറിയിട്ട് അങ്ങനെ വണ്ടി പഞ്ചറായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു വർക്ക്ഷോപ്പിലൊക്കെ കയറിയാൽ കുറേ സമയം അങ്ങനെ പോയിട്ട് നമ്മൾ നേരത്തെ എത്തേണ്ടതായിരുന്നു. പക്ഷേ കുറേ സമയം അവിടെ അങ്ങ് പോയി. പിന്നെ ഒരു 1:30 നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ കൊല്ലത്തെത്തി. എനിക്ക് ഈ വഴിയൊക്കെ കണ്ടപ്പോൾ എൻ്റെ പൊന്നോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. യുവക്കുട്ടീനെയും ചേച്ചിനെയും കാണാമല്ലോ, നമ്മൾ വരുന്നത് അറിയില്ലല്ലോ, അപ്പോൾ സർപ്രൈസ് ചെയ്യാം എന്നുള്ളൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ആ എക്സൈറ്റ്മെൻറ്റൊക്കെ ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ചെന്നപ്പോൾ വീടൊക്കെ ആകെ മെസ്സായിരുന്നു. അപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാതെ നമ്മൾ വേഗം ഇറങ്ങുമായിരുന്നു. പിന്നെ നേരെ ഇറങ്ങി കല്ലറയിലേക്ക് വന്നു ഡാഡിയുടെ ഇതിൽ തൊഴാനായിട്ട്. സോ അത്രയൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് വഴിയെ കാണാം. 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ എടുക്കണത്. ഞാനിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞു. എൻ്റെ ആദ്യക്കുട്ടി ഇതോ കിടക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ കുറച്ച് അല്ലറ ചില്ലറ പണികളുണ്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം ഞാൻ ആദ്യം ഉറങ്ങാൻ പോകുന്നില്ല, അവൻ എന്തായാലും ഇപ്പോൾ ഉറങ്ങാൻ പോകുന്നില്ല. അവൻ അത്യാവശ്യം ഉറങ്ങി ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കത് ചെയ്യാൻ നേരത്തെ അവനെ എൻ്റെ കങ്കാരു ബാഗിലിട്ട്, ബേബി കരിയറിൽ ഇട്ടിട്ട് അവനെ എൻ്റെ കൂടെ വെച്ച് തന്നെ എൻ്റെ പണികളൊക്കെ ചെയ്യാൻ വിചാരിച്ചു. 2-3 കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്യണം. എന്താണ് അതുവേ? അപ്പം 2-3 കൊറിയേഴ്സ് ഉണ്ട്, അത് അൺബോക്സ് ചെയ്യണം. പിന്നെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഏറ്റവും വലിയ സംഭവം, നമ്മൾ ഈ ഒരു 2024 നമ്മളൊരു ടൈം പ്ലാനർ, ഒരു കലണ്ടർ പ്ലാനറൊക്കെ ചെയ്യാൻ പോകണം കേട്ടോ. എനിക്കൊരു പ്ലാനർ സത്യം പറഞ്ഞാൽ ഓസിൽ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് എഴുതി വെക്കാം. 2-3 ദിവസത്തേക്കായിരിക്കും, കൂടുതലൊന്നും കാണില്ല. എല്ലാവരും എടുക്കുന്ന പോലെ ന്യൂ ഇയർ അജണ്ട എന്നൊക്കെ പറഞ്ഞ് എടുക്കില്ല, അതുപോലെ ഞാൻ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് കങ്കാരു ബാഗിൽ കുഞ്ഞിനെ ആക്കാം. ആദു
Are you okay? Are you comfortable? Hi, say hi. Hi പറയൂ. Hi. So നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാനർ. പക്ഷേ ഈ സാധനം കാണിച്ചു തരത്തില്ല, കാരണം ഇതിൽ ചെറിയ ചെറിയ കള്ളത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരത്തില്ല. പക്ഷേ ഇതിൽ ജനുവരി തൊട്ട് 2024 ജനുവരി തൊട്ട് 2025 ജനുവരി വരെയുള്ള ഡേറ്റ്സും എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഈ സാധനം പ്ലാനറാണ്, അപ്പോൾ നമുക്ക് ഇൻ ഡീറ്റെയിൽഡായിട്ട് സാധനങ്ങളൊന്നും കാണില്ല, ജസ്റ്റ് ആ ഡേറ്റും ആ കോളം മാത്രം കാണും. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് ആ കോളത്തിൽ നമുക്ക് എഴുതി മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ കലണ്ടർ ഞാൻ കാണിച്ചു തരാം, പ്ലാനർ കാണിച്ചു തരില്ല, പക്ഷെ പകരം ആ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വാട്ട് ഹാപ്പൻഡ്? എൻ്റെ കൊച്ചിന് ഒട്ടും പാല് കൊതിയില്ല കേട്ടോ, അവർ കുട്ടി കൊതിയനാണ്. അതിന് അവന് പാലൊക്കെ കൊടുത്തു, വീണ്ടും ഞാൻ റൂമിൽ കിടത്തിയിരിക്കുകയാണ്. പാലിനായി നല്ല കരയുമായിരുന്നു. അപ്പം ഞാനിത് പ്ലാൻ ചെയ്യുന്നത്, ഈ ഒരു പ്ലാനർ ഇടാൻ പ്ലാൻ ചെയ്യുന്ന ഒന്നെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം, നമുക്ക് വലിയ സ്പേസ് അല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഐ ഷോ യു, ആ ഒരു സ്ഥലത്ത് വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ വന്ന് കയറുന്ന സ്ഥലത്താണ് കേട്ടോ. എൻ്റെ കൊച്ച് കക്കിയതൊക്കെ ഇരിക്കുന്നു, എക്സ്ക്യൂസ് ചെയ്യുക. അപ്പം നമ്മൾ വന്ന് കയറുന്ന സ്ഥലത്ത് നേരെ കാണുന്ന ഈ ഒരു പോർഷനായിരിക്കും. അത് കുറച്ച് ബോറായി പോകുമെന്ന് എനിക്കൊരു സംശയം. അപ്പോൾ നമുക്ക് ഞാൻ വിചാരിക്കണം ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്തായാലും വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു സ്ഥലത്താണ് കണ്ടോ. നമുക്ക് ഈ ടേബിളിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കില്ലേ. പക്ഷേ ടേബിളിൻ്റെ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടോ, നമ്മൾ വന്ന് കയറുന്ന സ്ഥലത്ത് നിന്ന് നേരെ നോക്കുമ്പോൾ ആ ഒരു പ്ലാനറും കല്ലും ഭയങ്കര വൃത്തിയോടായിരിക്കും. ഇതാകുമ്പോൾ കുറച്ച് രസമായിരിക്കും, കാരണം ടേബിളുണ്ട്, ടേബിളിൻ്റെ നേരെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പക്ഷേ അത് പിന്നെ എനിക്കത് 2 കൊറിയേഴ്സ് ഉണ്ട്, നമുക്ക് അത് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് ഞാൻ പൊട്ടിച്ച് നോക്കി, നിങ്ങളെ കൂടെ കാണിക്കാൻ എനിക്കൊരാഗ്രഹം. ഞാൻ പ്രഗ്നൻ്റായി കുറച്ച് ഡേയ്സൊക്കെ ആയപ്പോൾ ഞാൻ മേടിച്ചൊരു ഡയറിയാണ് കേട്ടോ. എൻ്റെ പ്രഗ്നൻസി ജേർണി എഴുതാനായിട്ട് ഞാൻ കുറച്ചൊക്കെ എഴുതി, പക്ഷേ പിന്നെ ഇടയ്ക്ക് വെച്ച് ബ്രേക്കൊക്കെ ആയിപ്പോയി. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനത് എഴുതി. മോൻ്റെ സ്കാനിങ് നമുക്ക് സ്കാനിങ്ങിൻ്റെയൊക്കെ വെച്ച് ഓരോ ഡേറ്റും മാർക്ക് ചെയ്ത് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ എഴുതുമായിരുന്നു. പിന്നെ കുറച്ച് നോക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്, അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് ചേട്ടൻ ഫസ്റ്റ് മേടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം അത് വളരുമ്പോഴത്തേക്കും അവൻ അതുമല്ല, ഐ മീൻ അന്ന് ഞാൻ വിചാരിച്ചത് കുഞ്ഞ് വളരുമ്പോഴത്തേക്കും വളർന്ന് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ജസ്റ്റ് ഡയറിയൊക്കെ നോക്കി, ഓ എൻ്റെ അമ്മ എഴുതിയിരുന്നു, അമ്മയ്ക്ക് ഈ ദിവസം ഇങ്ങനെയായിരുന്നു, എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് അമ്മയുടെ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഷോ ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചു. പക്ഷേ പിന്നെ അതെല്ലാം ബ്ലാങ്ക് ആയിപ്പോയി. ഇത് ഞാൻ പ്ലാൻ ചെയ്യുകയാണ്, ഞാൻ എന്തായാലും എഴുതേണ്ടത്, എന്തായാലും ഞാൻ ഫില്ല് ചെയ്യും, ഇത് ഞാൻ സൂക്ഷിച്ച് വെക്കും. ആദ്യകുട്ടി കുറേ നാളൊക്കെ കഴിഞ്ഞ് ആദ്യകുട്ടിക്ക് ഇങ്ങനെ എടുത്ത് വായിച്ച് നോക്കണം, ഓക്കെ ഇങ്ങനെയായിരുന്നു ആ ഡേയ്സ് എന്നുള്ളത്. സോ ഇതാ കണ്ടോ, നമ്മുടെ ആദ്യകുട്ടി ഒരു രീതിക്ക് വീട്ടിലൊക്കെ സമ്മതിക്കുന്നില്ല. വൈ അതോ എന്താ അമ്മ വീടെടുക്കാൻ സമ്മതിക്കാത്തേ? ആദ്യകുട്ടി പാല് കുടിച്ചിട്ടും ആദ്യകുട്ടിക്ക് പോരാ. വൈ അതോ എന്താ അങ്ങനെ? കയ്യൊക്കെ ഉറിഞ്ച്, എല്ലാവരും പറയും ഞാൻ പാല് തരുന്നില്ല. വൈ അതോ അമ്മ ഇപ്പം ഫീഡ് ചെയ്തല്ലേ ഉള്ളൂ, പിന്നെന്താണ്? ഇത് വേറെ റൈറ്റുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ അതിൽ ടേബിൾ ഞാൻ ക്ലീൻ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്ലാനർ സെറ്റ് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. ഈ ലൈൻസ് കണ്ടോ, ശരിക്കും സ്റ്റിക്കേഴ്സാണേ. അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കാൻ പറ്റും. അത് പീൽ ചെയ്തിട്ട് നമുക്ക് ചുമരിൽ ഒട്ടിച്ചാൽ മതി. ഒട്ടുന്നില്ല, ഇത് ഉടായിപ്പാണടാ. ആദ്യകുട്ടി ഈസ് ബാക്ക്. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആ സെലോ ടേപ്പ് കത്തിരി എടുത്തിട്ടുണ്ട്. ഈ കുട്ടി കുരുപ്പ് എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ ബുദ്ധിപൂർവ്വം ഇതിനെ കങ്കാരു ബാഗിൽ ഇട്ടു. അപ്പോൾ ഇത് ഭയങ്കര ഉടായ്പാണ് കേട്ടോ. ഈ ഒരു പ്ലാനറിൽ സ്റ്റിക്കറൊക്കെ ഉണ്ട്, പക്ഷെ അത് ഒന്നും ഒട്ടുന്നില്ലടേ. അതുകൊണ്ട് നമ്മൾ സെലോ ടേപ്പും പിന്നെന്താണ് കത്തിരി. ഓക്കെ, സോ നമുക്ക് ഇത് വെച്ച് ചെയ്യാം.
അയ്യോ ബാലഗോപാലൻ. സെറ്റ്. ഇതേ കണ്ടോ, ഇതാണ് സംഭവം. കണ്ടോ, ഇങ്ങനെ ജനുവരി ഇട്ടിട്ട് ബാക്കി നമുക്ക് ഓരോ മന്ത് കൊടുക്കുന്നു, ഡേറ്റ് കൊടുക്കുന്നു, പിന്നെ കോളം നമുക്ക് അതിൽ എന്താ വെച്ചാൽ ഫില്ല് ചെയ്യാം. പിന്നെ അതാ കുറച്ച് സ്പെഷ്യൽ ഡേറ്റ്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും സ്പെഷ്യൽ ശിവരാത്രി അല്ലേ, മഹാശിവരാത്രി. മലയാളം വായിക്കാനുള്ളത് ഇംഗ്ലീഷും വായിക്കാനും അറിഞ്ഞൂടാ. അങ്ങനെ പിന്നെ ഗണേശ ചതുർത്ഥി, അങ്ങനെയുള്ള ദീപാവലി, അങ്ങനെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ നല്ല മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് ഞാൻ ഭയങ്കര എന്താ ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഡേറ്റ്സ് ഒക്കെ ഞാൻ കുറിച്ച് വെക്കും. പിന്നെന്താണ്, ഭയങ്കര ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഞാനും എടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും ഞാൻ എടുക്കാറുണ്ടല്ലോ, പക്ഷേ ഈ വർഷം ഡൺ 2024 നമുക്ക് പൊളിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ആദ്യക്കുട്ടിയെ ഉറക്കിയിട്ട് കാണാം. ആദ്യക്കുട്ടി ഒരു രക്ഷയില്ല. ഞാൻ എന്താ വിയർത്ത് തുടങ്ങി. അവൻ ഇതിൻ്റെ അകത്തിരുന്ന് ചിണുങ്ങുകയാണ്. സുഹൃത്തുക്കളെ, സംസാരം നിർത്തിയിട്ട് പുറത്തിറക്കടി എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ആദ്യക്കുട്ടി ഇരിക്കുന്നത്. ഇനി നിർത്തിയാൽ സെയിം കോൺട്രാ. സോ ബൈ 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 ബൈ. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു മാറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. ഇത് ശരിക്കും ഇവക്കുട്ടിയുടേതാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ അവന് യൂസ് ഇല്ലാത്തതുകൊണ്ട് അവൾ പറഞ്ഞു നിങ്ങൾ എടുത്തിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കേൾക്കാത്തോണ്ടിരുന്നു, തട്ടിപ്പറിച്ചിങ് എടുത്തിട്ട് വന്നു. അപ്പോൾ എൻ്റെ ആദ്യക്കുട്ടി നല്ല കുട്ടിയായിട്ട് കിടക്കുവാണ്. നിങ്ങൾ പേടിക്കേണ്ട, ബെഡിൻ്റെ അറ്റത്ത് ഞാൻ കിടത്തിയിട്ട് പോയെന്ന് വിചാരിക്കേണ്ടത്. ആക്ച്വലി കാലില്ലാത്ത കട്ടിലാണ്. ഇതിനെന്ത് പറയുന്നത് എനിക്കറിയത്തില്ല. ഇങ്ങനെ നമ്മുടെ താഴെ തന്നെ ഇങ്ങനെ മനസ്സിലായില്ല സംഭവം എന്താണെന്ന് എനിക്ക് പറയാറിയില്ല. അപ്പം ഇനി ഞാനിത് എങ്ങനെയാണ് ഏതാ എന്നൊക്കെ ഉള്ളത് കാണിച്ചു. നല്ല രസമാണ് കേട്ടോ. ഇതിൽ ഫുള്ളും ആനിമൽസിൻ്റെതും പിന്നെന്താ ആൽഫബറ്റും നമ്പേഴ്സും പിന്നെ ഹൈറ്റും വെയ്റ്റും എല്ലാം. വെയിറ്റ് അല്ല, ചുമ്മാ തള്ളിയത്. ഹൈറ്റൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. സോ വെയിറ്റ്, ഐ വിൽ ഷോ യു. കണ്ടോ, ഇതിങ്ങനെ വരും കേട്ടോ. വലുതാണ് നമ്മുടെ. ഇത് ആക്ച്വലി ബെഡ് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ സൈസ് എന്തുവാ എന്നുള്ളത്. നല്ല വലിയ ബെഡാണ്. അല്ല ശരി, നല്ല വലിയ മാറ്റാണ്. ശരിയാ, വലിയ ബെഡിൽ ഇതിപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി എന്തായിരിക്കും ഇതിൻ്റെ സൈസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ കണ്ടോ ആനിമൽസ്, കുറേ ഇങ്ങനെ കാർട്ടൂൺ പിക്ചേഴ്സ്, അതുപോലെ തന്നെ ആൽഫബറ്റ്, നമ്പേഴ്സ്. പിന്നെ ഇത് തിരിച്ചിടുമ്പോഴത്തേക്കും എന്നെ കാണിച്ചു തരാം. എന്നെ കണ്ടോ, ഇവിടെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സീനറി കാര്യങ്ങളൊക്കെയാണ്. പാവ എൻ്റെ ആദ്യക്കുട്ടി ഉറങ്ങിപ്പോയി. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ആ ഒരു മാറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ചത് ഒരു വശമാണ്. അതുപോലെ അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്, മറുവശം വരുന്നത് ഇതുപോലെയാണ്. ഇങ്ങനെ ഒരു ചെറിയൊരു സീനറി പോലെ വരുന്നുണ്ട്. പിന്നെ ഇത് ഈ സൈഡിൽ കണ്ടോ, ഇത് ആക്ച്വലി ഹൈറ്റ് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇൻ സെൻറ്റിമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. 0 സെൻറ്റിമീറ്റർ ടു എത്ര 190 സെൻറ്റിമീറ്റർ കാണാമോ? 190 സെൻറ്റിമീറ്റർ. അങ്ങനെ ഹൈറ്റ്, കുഞ്ഞിൻ്റെ ഹൈറ്റൊക്കെ നമുക്കിതിൽ നോക്കാം. അതുപോലെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം തന്നെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ കൊച്ചുങ്ങൾ കിടക്കുമ്പോഴത്തേക്കും ഇതിൽ നല്ല രസമായിട്ട് കാർട്ടൂൺസൊക്കെ നോക്കി കിടക്കും. ഇത് ശരിക്കും നമ്മൾ താഴെ ഇട്ട് കഴിഞ്ഞാൽ അവർ നല്ല സുഖമായിട്ട് താഴെ കിടക്കും. ഇത് ആക്ച്വലി ചെറിയൊരു സ്പോഞ്ച് പോലത്തെ മെറ്റീരിയലാണ് കണ്ടോ. സ്പോഞ്ച് എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ബുഫൊന്നും അല്ല, എങ്കിലും അത്യാവശ്യം കുഞ്ഞുങ്ങൾ നല്ല പഞ്ഞി പോലെ ഇതിൽ കിടക്കും. നിങ്ങൾ അത്യാവശ്യം വലിയ കുഞ്ഞുങ്ങൾ വരെ ഇതിൽ ഒരു 3 to 4 വരെ ഇതിലേക്ക് ഇരുന്ന് കളിക്കാനും ഒക്കെ നല്ലതായിട്ട് അവർക്ക് പറ്റും. കുറച്ച് ടോയ്സൊക്കെ ഇതിലിട്ട് കൊടുത്താൽ ഇതിൽ അവർ കംഫർട്ടായിട്ട് ഇരുന്നോളും. നമ്മൾ അവിടെ വല്ല ജോലിയൊക്കെ ചെയ്യുന്ന സമയം കുട്ടികൾ ഇതിലിരുന്നോളും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഞാൻ നേരെ നമുക്കൊരു സംഭവം കാണിച്ചു തരാം. എന്താണ് നമുക്ക് അൺബോക്സിങ് ചെയ്യാം. ആദ്യക്കുട്ടി എണീക്കണം മുന്നേ നമുക്ക് എന്താണ് 2 പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാനുണ്ട്. ഒന്ന് ഞാൻ ഓൾറെഡി നോക്കി, പിന്നെ ഒരു ഷാമ്പു എന്തായാലും ഒന്ന് പൊട്ടിക്കാം. ഞാൻ പൊട്ടിച്ച് കണ്ടതാണ്, അപ്പോൾ ഞാൻ വീണ്ടും ഓർഡർ ചെയ്തു. അപ്പോൾ എനിക്കത് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. എനിക്ക് മെയിനായിട്ട് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ഞാനും എക്സൈറ്റഡ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് പൊട്ടിച്ച് നോക്കാനും യൂസ് ചെയ്യാനും. അപ്പോൾ ഈ ഒരു മാറ്റില്ലേ വലിയവർക്ക് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, നമുക്കും ഇരിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഈശ്വര, എൻ്റെ കോലം ഇത് എന്താണ്? ഇത് വന്നിട്ട് ഞാൻ മാമാർത്തിൻ്റെ ഓർഡർ ചെയ്തൊരു ഹെയർ ഷാമ്പു ആണേ. പറഞ്ഞില്ലേ, ഈ മാറ്റ് കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല, അത്യാവശ്യ സാഹചര്യങ്ങൾ നമുക്ക് ഇരിക്കാം. മാമാർത്തിൻ്റെ ഒരു പാക്കിംഗ് ഒക്കെ മാറ്റി കേട്ടോ. ഓണിയൻ ഷാമ്പൂ കണ്ടീഷണർ ഇത് ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു, അതുകൊണ്ട് ഞാൻ റീപർച്ചേസ് ചെയ്തു. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം. ഇത് ഞാൻ ശരിക്കും ഇപ്പോൾ കുറച്ച് ദിവസം 2 ആഴ്ചയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടി, പക്ഷേ ഇതുവരെ വീഡിയോ ഒന്നും എടുത്തില്ല. എനിക്കത് വീഡിയോ അയക്കാൻ വേണ്ടി കിട്ടിയൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ വെച്ച് നിങ്ങളൊക്കെ കാണിച്ചു തരാം. കണ്ടോ,
ഓർഗാനിക് ഹാബിറ്റ്സ് എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ മുസ്ലി ആണ്. അതിന് 3 വേരിയൻസിൽ തന്നിട്ടുണ്ട്, 3 വെറൈറ്റീസിൽ തന്നിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ഫീഡ് ചെയ്യുന്ന ബ്രസ്റ്റ് ഫീഡിങ് മോംസിനുള്ളത്, പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കുണ്ട്, അതുപോലെ തന്നെ പിന്നെ പിന്നെ വർക്കിംഗ് വുമൺ. അങ്ങനെ ഇതാണ് നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് മോംസിന് വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, വീഡിയോയ്ക്ക് വേണ്ടി വന്നതാണ്. എനിക്കാണെങ്കിൽ ഇത് കഴിച്ചോളാൻ വയ്യ കേട്ടോ, അത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇതായിരിക്കും ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ എനിക്കൊന്ന് കാണിക്കണം തോന്നി. ഞാൻ എന്തായാലും എൻ്റെ റിവ്യൂ വീഡിയോ ഇടാം. കാരണം എനിക്കൊന്ന് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവും. എൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ കാണുന്ന ആൾക്കാരിൽ കുറച്ച് പേരെങ്കിലും ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള ആൾക്കാർ കാണും. അപ്പോൾ അവർക്ക് ഇത് കഴിക്കാൻ പറ്റും. ഇത് ശരിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് കഴിക്കും. ഇപ്പം നമുക്ക് പെട്ടെന്ന് വർക്കിനൊക്കെ പോകുന്ന സമയത്ത് ഒക്കെ ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റും. വർക്കിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇഡ്ഡലി, ദോശ, പുട്ട്, പിന്നെന്താണ് അപ്പം, ദോശ, ഇതൊക്കെ നമ്മൾ ചെയ്ത് എടുക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ചടപടയെന്ന് ചെയ്യാൻ പറ്റും എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളടാ. ഇനി കുഞ്ഞാവ് എണീക്കുന്ന സമയം, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്താ, പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഇനി കുളിക്കണം. കുളിച്ചിട്ട് നെക്സ്റ്റ് ത്രൂ ഔട്ട് ഈ ഒരു പരിപാടി തന്നെയാണ് ഇവനെ ഫീഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ യാ ബാ. നമ്മുടെ ആദ്യക്കുട്ടി എണീറ്റു. ആദു ചിരിച്ച്, ആദു അതെന്ത് ചെയ്യടാ, അതെന്ത് ഷേപ്പാ? ആദു നല്ല ഉറങ്ങിയോടാ, കുറേ സമയം ഉറങ്ങി. ആദു ആദു ചിരിച്ച്. ഓക്കെ, അപ്പം ഇനി ആദ്യക്കുട്ടീനെ നേരെ താഴെ കൊണ്ടുപോയി കൊടുക്കാം. പിന്നെ എനിക്ക് കുളിക്കണം. മേളിൽ എനിക്ക് ഒറ്റയ്ക്ക് വെച്ച് പറ്റില്ലല്ലോ. സോ അമ്മയുടെ കയ്യിൽ ആദ്യക്കുട്ടി കൊണ്ട് കൊടുത്തതിന് ശേഷം കുളിച്ച് ഫ്രഷ് ആയിട്ട് കാണാം. അങ്ങനെ കുളി കഴിഞ്ഞു, ചോറ് കഴിച്ചു കഴിഞ്ഞു. ചോറല്ല കേട്ടോ, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു, അവിടെ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് മേടിച്ച് അത് കഴിച്ചു. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം. പിന്നെ എൻ്റെ ആദ്യക്കുട്ടി പാവം ഉറങ്ങിപ്പോയി. അത് നല്ല ഉറക്കമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എടുത്തിട്ട് വന്നപ്പോൾ ആ ഒരു ഉറക്കത്തിൻ്റെ ഹാങ് ഓവർ എൻ്റെ കൊച്ചിനെ തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ എനിവേസ് അതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ. പിന്നെ എൻ്റെ പ്ലാനർ കണ്ടോ, ഞാൻ ഒരു കാര്യം വിചാരിച്ചിട്ടോ, നമ്മളിപ്പം വീഡിയോസൊക്കെ അങ്ങനെ യൂഷ്വലി ഇടുന്ന പോലെ കണ്ടിന്യൂസ്ലി നമ്മൾ ഇടാറില്ല. ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ ഇടാറില്ല. ഇപ്പം വല്ലാണ്ടിലും ആവണിയിലൊക്കെയാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലാനറൊക്കെ ഉണ്ട്. അപ്പം ഈ വർഷത്തെ എൻ്റെ ഒരു ന്യൂ റെസൊല്യൂഷൻ വന്നിട്ട് അതാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും പ്ലാനറുണ്ട്, പ്ലാനറിൽ പക്കയായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. ഇന്ന് എന്ത് കണ്ടൻറ്റാണ് ചെയ്യേണ്ടത്, നാളെ എന്താണ് ചെയ്യേണ്ടത്, അടുത്ത ആഴ്ച എന്താണ് ചെയ്യേണ്ടത്, ഇൻസ്റ്റയാണോ യൂട്യൂബാണോ എന്നൊക്കെ ഉള്ളത് കറക്റ്റ് പക്ക ഒരു ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്തൊക്കെ വെച്ച് വർക്ക് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടക്കുമെന്ന് അറിയില്ല. നടത്തിക്കും. അതാണ് ന്യൂ റെസൊല്യൂഷൻ. എനിവേസ് അപ്പോൾ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്നതായിരിക്കും, അത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ഡു ലൈക്ക്. പിന്നെ ആദ്യക്കുട്ടിക്ക് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഷോർട്സൊക്കെ പോയി കാണുക. ഷോർട്സിൽ മൊത്തം ആദ്യക്കുട്ടിയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക. ചാനലൊക്കെ കയറി കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൺടിൽ ദെൻ ബൈ. സേ ബൈ. ഓ ബാവ, എൻ്റെ കൊച്ചു തളർന്ന് കിടക്കുന്നു.